കേരള സർക്കാർ പദ്ധതികളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ബാധിച്ച വയോജനങ്ങൾക്കായി രൂപീകരിച്ച ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ബാധിച്ച വയോജനങ്ങൾക്കായിട്ട് രൂപീകരിച്ച ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയാണ് ഓർമ്മത്തോണി. നോട്ട് ചെയ്യുക. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ബാധിച്ച വയോജനങ്ങൾക്കായിട്ട് രൂപീകരിച്ച ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയാണ് ഓർമ്മത്തോണി. നെക്സ്റ്റ്, സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കുവാനായി കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളൻ സംഘടനയുമായി കൈകോർത്ത് കേരളത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര ബോധവൽക്കരണ നിയമസഹായ പദ്ധതിയാണ് കൂട്ട്. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കുവാനായിട്ട് കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളൻ സംഘടനയുമായി കൈകോർത്ത് കേരളത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര ബോധവൽക്കരണ നിയമസഹായ പദ്ധതിയാണ് കൂട്ട്. നോട്ട് ചെയ്യുക, കൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ചിരി. ഇത് 2020 കോവിഡ് കാലത്താണ് ഈ പദ്ധതി ആരംഭിച്ചത്. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി. ഇത് 2020 കോവിഡ് കാലത്താണ് ഈ പദ്ധതി ആരംഭിച്ചത്. നെക്സ്റ്റ്, തനിച്ച് താമസിക്കുന്ന വയോജനങ്ങളുടെ വീട്ടിൽ നിന്ന് അടുത്ത ബന്ധുക്കളെ ബെൽ സ്ഥാപിച്ച് വിവരമറിയിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് ബെൽ ഓഫ് ഫെയ്ത്ത്. ഏതാണ്? ബെൽ ഓഫ് ഫെയ്ത്ത്. തനിച്ച് താമസിക്കുന്ന വയോജനങ്ങളുടെ വീട്ടിൽ നിന്ന് അടുത്ത ബന്ധുക്കളെ ബെൽ സ്ഥാപിച്ച് വിവരമറിയിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് ബെൽ ഓഫ് ഫെയ്ത്ത്. നെക്സ്റ്റ്, ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രശാന്തി. ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രശാന്തി. അടുത്ത ക്വസ്റ്റ്യൻ, ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലഹരി ഉപയോഗത്തിലേക്ക് തിരിയുന്ന കുട്ടികളെ അതിൽ നിന്ന് പിന്മാറ്റാനും എക്സൈസ് വകുപ്പ് പദ്ധതിയാണ് നേർവഴി. എന്താണ്? നേർവഴി. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലഹരി ഉപയോഗത്തിലേക്ക് തിരിയുന്ന കുട്ടികളെ അതിൽ നിന്ന് പിന്മാറ്റാനും എക്സൈസ് വകുപ്പ് പദ്ധതിയാണ് നേർവഴി. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ ജീവനക്കാർക്ക് ജോലി സ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശു പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് ക്രഷ്. സർക്കാർ ജീവനക്കാർക്ക് ജോലി സ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശു പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് ക്രഷ്. ഓക്കെ. നെക്സ്റ്റ്, കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തിക്ക് പരിഹാരം കാണുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതി. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തിക്ക് പരിഹാരം കാണുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതിയാണ് DDAD. DDAD എന്താണ്? ഡിജിറ്റൽ ഡി അഡിക്ഷൻ. ഡിജിറ്റൽ ഡി അഡിക്ഷനാണ് DDAD. ഇത് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തിക്ക് പരിഹാരം കാണുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതിയാണ് DDAD, ഡിജിറ്റൽ ഡി അഡിക്ഷൻ. നെക്സ്റ്റ്, കാലാവസ്ഥാനുകൂല കൃഷിയിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കിയും ലോകബാങ്കിൻ്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കാർഷിക മേഖല പുനരുജ്ജീവന പദ്ധതിയാണ് കേര.
കാലാവസ്ഥാനുകൂല കൃഷിയിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കിയും ലോകബാങ്കിൻ്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കാർഷിക മേഖലാ പുനരുജ്ജീവന പദ്ധതിയാണ് കേര. നെക്സ്റ്റ്, കോവിഡ് സമയത്ത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പദ്ധതി. നോട്ട് ചെയ്യുക, കോവിഡ് സമയത്ത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പദ്ധതിയാണ് പ്രവാസി ഭദ്രത. ഏതാണ്? പ്രവാസി ഭദ്രത. കോവിഡ് സമയത്ത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പദ്ധതിയാണ് പ്രവാസി ഭദ്രത. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടികജാതി പട്ടികവർഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ. പട്ടികജാതി പട്ടികവർഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ. ഓക്കെ, നോട്ട് ചെയ്യുക. ഉന്നതി വിജ്ഞാൻ എന്താണ്? പട്ടികജാതി പട്ടികവർഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ. നെക്സ്റ്റ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക്, ആർക്കാണ്? മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാതീരം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാതീരം. നെക്സ്റ്റ്, സ്കൂളുകളിൽ ചേരുകയും രോഗാവസ്ഥ കാരണം സ്കൂളിൽ തുടർന്നു പോകാനാകാത്ത ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സ്പേസ്. ഏതാണ്? സ്പേസ്. സ്കൂളുകളിൽ ചേരുകയും രോഗാവസ്ഥ കാരണം സ്കൂളിൽ തുടർന്നു പോകാനാകാത്ത ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സ്പേസ്. നെക്സ്റ്റ്, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജി കേരളം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജി കേരളം. നെക്സ്റ്റ്, തൻ്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനായി പാർപ്പിടം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് തൻ്റെ ഇടം. എന്താണ്? തൻ്റെ ഇടം. തൻ്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനായി പാർപ്പിടം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് തൻ്റെ ഇടം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ് ഒന്ന് ജസ്റ്റ് നമുക്ക് ആദ്യം മുതൽ ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് പറയാം. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ബാധിച്ച വയോജനങ്ങൾക്കായിട്ട് രൂപീകരിച്ച ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയാണ് ഓർമ്മത്തോണി. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കുവാനായി കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളൻ സംഘടനയുമായി കൈകോർത്ത് കേരളത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര ബോധവൽക്കരണ നിയമസഹായ പദ്ധതിയാണ് കൂട്ട്. നെക്സ്റ്റ്, കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി. നെക്സ്റ്റ്, തനിച്ച് താമസിക്കുന്ന വയോജനങ്ങളുടെ വീട്ടിൽ നിന്ന് അടുത്ത ബന്ധുക്കളെ ബെൽ സ്ഥാപിച്ച് വിവരമറിയിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ബെൽ ഓഫ് ഫെയ്ത്ത്. നെക്സ്റ്റ്, ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രശാന്തി. അടുത്ത ക്വസ്റ്റ്യൻ, ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലഹരി ഉപയോഗത്തിലേക്ക് തിരിയുന്ന കുട്ടികളെ അതിൽ നിന്ന് പിന്മാറ്റാനും എക്സൈസ് വകുപ്പ് പദ്ധതിയാണ് നേർവഴി. സർക്കാർ ജീവനക്കാർക്ക് ജോലിസ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശു പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് ക്രഷ്. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തിക്ക് പരിഹാരം കാണുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതിയാണ് ഡി ഡാഡ്.
കാലാവസ്ഥാനുകൂല കൃഷിയിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കിയും ലോകബാങ്കിൻ്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കാർഷിക മേഖല പുനരുജ്ജീവന പദ്ധതിയാണ് കേര. കോവിഡ് സമയത്ത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പദ്ധതിയാണ് പ്രവാസി ഭദ്രത. പട്ടികജാതി പട്ടികവർഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി വിദ്യാതീരം. സ്കൂളുകളിൽ ചേരുകയും രോഗാവസ്ഥ കാരണം സ്കൂളിൽ തുടർന്നു പോകാനാകാത്ത ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സ്പേസ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഡിജി കേരളം.